ശ്രീ ഷാജഹാൻ, പിണറായി വിജയൻ്റെ വിശ്വസ്തൻ KM എബ്രഹാം CBI അന്വേഷണത്തെ നേരിടാൻ പോവുകയാണ്. അത് ഒരുപക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കില്ല. അത് മുഖ്യമന്ത്രിയിലേക്കും മകളിലേക്കും ഒക്കെ തന്നെ നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിൽ മുഖ്യമന്ത്രിയിലേക്കും മകളിലേക്കും എന്നുള്ള ഭാഗം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഈ പിണറായി വിജയൻ്റെ വിശ്വസ്തൻ എന്ന് നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞ് പോയാൽ പോരാ. KM എബ്രഹാമിനെ കുറിച്ച് എനിക്കൊന്ന് ഒരുപക്ഷെ ശിവശങ്കരനേക്കാൾ ഞാനിപ്പോൾ പിണറായി വിജയനും ഈ KM എബ്രഹാമുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ ആ വീഡിയോയുടെ ആദ്യത്തെ 2 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അല്ല, ആദ്യത്തെ തലവാചകം CPM-നെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനല്ല ഇയാൾ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അയാളുടെ ഇടപെടലിനെ കുറിച്ച് എൻ്റെ ഒരു ബോധ്യം എന്താണ് എന്നുള്ളതാണല്ലോ ഞാൻ അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ അന്ന് ഞാനത് പറയാൻ കാര്യം, അന്ന് കൊല്ലം സംസ്ഥാന സമ്മേളനം നടക്കുന്നതിനിടയിലാണോ എന്ന് തോന്നുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. ഈ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ നവകേരള സൃഷ്ടിക്കായി എന്ന് പറഞ്ഞിട്ടൊരു രേഖ പിണറായി വിജയൻ അവതരിപ്പിച്ചിരുന്നു. ആ രേഖ പോലും തയ്യാറാക്കിയത് ഇയാളാണ് എന്നുള്ള ഒരു വാദമാണ് ഞാൻ ആ വീഡിയോയിൽ ഉന്നയിച്ചത്. അപ്പം നമ്മൾ ഈ ശിവശങ്കരൻ ഇയാളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, ഇയാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഈ ശിവശങ്കരനെയും KM എബ്രഹാമിനെയും നമ്മളൊന്ന് താരതമ്യം ചെയ്യണം. ശിവശങ്കരൻ എന്ന് പറയുന്ന ആൾ പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. പിണറായി വിജയൻ്റെ ഒരു കൊട്ടറിയിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ KM എബ്രഹാം എന്ന് പറഞ്ഞാൽ അതല്ല. KM എബ്രഹാം എന്ന് പറഞ്ഞ ആളുടെ അടിസ്ഥാനമായിട്ടുള്ള KM എബ്രഹാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അയാൾ ലാവ്ലിൻ കേസിലെ സാക്ഷിയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ലാവ്ലിൻ കേസിലെ 72ാം സാക്ഷിയാണ്, പ്രോസിക്യൂഷൻ സാക്ഷിയാണ് ഇയാൾ. പ്രോസിക്യൂഷൻ സാക്ഷി എന്നാൽ പിണറായി വിജയനെതിരാണെന്നർത്ഥം. ആ സാക്ഷി മൊഴിയിൽ അയാൾ CBI റിപ്പോർട്ടിൽ പിണറായി വിജയന് എതിരായിട്ടാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാവ്ലിൻ കമ്പനി ലാവ്ലിനിൽ നിന്ന് വായ്പ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, അവരുമായിട്ട് ഇടപാടുണ്ടാവേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അല്ല, ലാവ്ലിനിൽ നിന്നല്ല, കനേഡിയൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് ഒരാളാണ് വായ്പ എടുത്തത്. അവരുമായിട്ട് വായ്പ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ നിന്ന് തന്നെ വളരെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ എടുക്കാമായിരുന്നുവെന്നും ആ വഴി പോകാതെ വൻപിച്ച പലിശയ്ക്ക് കനേഡിയൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കണ്ട് വായ്പ എടുക്കായിരുന്നു എന്നത് പിണറായി വിജയനെതിരെ CBIക്ക് മൊഴി കൊടുത്ത പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ CBIയുടെ 72ാം സാക്ഷിയാണ് ഡോക്ടർ KM എബ്രഹാം. അവിടുന്ന് വേണം നമ്മൾ തുടങ്ങാൻ. മനസ്സിലായില്ലേ? അപ്പോൾ പിണറായി വിജയൻ ഇപ്പം കുറ്റമുക്തനാണെന്നൊക്കെ പറയുന്നുള്ള അപ്പീൽ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ആ സാക്ഷിയാണ് അതിലൂടെ പിടിച്ച് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ പിണറായി വിജയൻ്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല, ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി. ആ സ്ഥാനം അയാൾക്ക് വേണ്ടി തന്നെ സൃഷ്ടിച്ചതാണ്. ആ പോസ്റ്റ് അയാൾക്ക് വേണ്ടി സൃഷ്ടിച്ചത്. അപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണ്. ഞാനതിലേക്ക് വരാം. 2, അയാൾ ഒരു റിട്ടയർഡ് ഹാൻഡാണ്. കേട്ടെടുത്തോളം അയാൾക്ക് 5 ലക്ഷം രൂപ മറ്റോ ശമ്പളമുണ്ട്. എന്നാൽ മാത്രമല്ല, ഓരോ വർഷവും 25% വീതം ശമ്പളം വർദ്ധിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി? അതാണ് അയാളുടെ പേ പാക്കേജ്. അതാണ് അയാൾ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ആരുടെ? പിണറായി. 2, ഈ ഗവൺമെൻറ് വന്നതിനെ തുടർന്ന് ഓഫ് ബഡ്ജറ്റിന് പുറത്ത് പണം കണ്ടുപിടിക്കാൻ വേണ്ടി രൂപീകരിച്ച കിഫ്ബി എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അത് 20,000-30,000 കോടി രൂപ ബഡ്ജറ്റിന് പുറത്ത് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. മനസ്സിലായില്ലേ? ആ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ സ്ഥാപനമാണ് എല്ലാ വകുപ്പുകൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള പണം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ വകുപ്പുകൾക്കുമേലും സ്വാധീനമുള്ള ഒരു സ്ഥാപനമാണ് കിഫ്ബി. ആ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇയാൾ. മനസ്സിലായില്ലേ? 3, കെ ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് IT മേഖലയിലൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇയാളാണ്. 4, അയാൾ ക്യാബിനറ്റ് റാങ്കാണ്. മനസ്സിലായോ? ക്യാബിനറ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റിൽ അയാൾക്ക് പങ്കെടുക്കാം. അപ്പോൾ അതാണ് KM എബ്രഹാം. ഇതുവരെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, നമ്മുടെ ഇത്തരത്തിലൊരു ചരിത്രത്തിൽ അങ്ങനൊരു ക്യാബിനറ്റിൽ പങ്കെടുക്കാവുന്ന ഈ തരത്തിലുള്ള ഒരു പോസ്റ്റുള്ള ഒരാൾ വന്നിട്ടില്ല.
ക്യാബിനറ്റിൽ പങ്കെടുക്കാമെന്നുള്ളതല്ല, ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്രയും അധികാരം കൈയാളുന്ന ഒരാൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിന് മുമ്പ് ഇതിനു മുമ്പ് ഇരുന്ന മുഖ്യമന്ത്രിമാർക്കെല്ലാം ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടാവും. അത് IAS ധാരയിൽ നിന്ന് വരുന്നതാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇപ്പോൾ ഷീല തോമസ് ആയിരുന്നപ്പോഴത്തേക്കും അത് അല്ല അച്യുതാനന്ദനായിരുന്നപ്പോൾ ഷീല തോമസ് ആയിരുന്നു. മനസ്സിലായി? അപ്പം മുഖ്യമന്ത്രിക്ക് പൊളിറ്റിക്കലായിട്ടുള്ളൊരു പ്രൈവറ്റ് സെക്രട്ടറിയും IAS എന്ന് പറയുന്നൊരു പ്രിൻസിപ്പൽ സെക്രട്ടറി, അതാണ് ഒരു കീഴ്വഴക്കം. മനസ്സിലായി? ആ കീഴ്വഴക്കം മാറിയിട്ട് പിണറായി വിജയൻ്റെ ആഫീസിലെ ഏക ഛത്രാധിപതിയായിരുന്നു ഡോക്ടർ KM എബ്രഹാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ്റെ തലച്ചോറാണ് ഇയാൾ എന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പ്രതിപക്ഷ യൂട്യൂബിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിണറായി വിജയൻ്റെ തലച്ചോറ്. ഇയാൾ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള നിലയിൽ ഇയാളൊരു ഡിഫാക്റ്റോ മുഖ്യമന്ത്രിയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാ വകുപ്പുകളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം എടുക്കുന്നത് കിഫ്ബിയാണ്. ആ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇയാൾ. ഇയാൾ വേറൊരു തരത്തിലുള്ള സ്വാധീനം കൂടെ ഇയാൾ ചെലുത്തുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, റിട്ടയർ ചെയ്യുന്ന IAS ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പ്ലം ആയിട്ടുള്ള പോസ്റ്റുകളിൽ ഇയാൾക്ക് നിയമിക്കുക. ഇയാൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞാൽ മുഖ്യമന്ത്രി അവിടെ നിയമിക്കും. എനിക്ക് തോന്നുന്നു 2 ഡസനെങ്കിലും റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇയാൾ ഇനിഷ്യേറ്റീവ് എടുത്ത് വലിയ പോസ്റ്റുകളിൽ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ മേലും ഇയാൾക്കാണ് സ്വാധീനം. മൂന്നാമതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ക്രിസ്ത്യാനികളുമായിട്ടുള്ള സർക്കാരിൻ്റെ ബന്ധം നിലനിർത്തുന്നത് ഇയാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KM എബ്രഹാം. കാരണം UDF ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് KM മാണിയും ഉമ്മൻചാണ്ടിയും ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കാൻ. ഇപ്പോൾ അതില്ല. ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഒരു ചള്ള് പാർട്ടി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ മതവിഭാഗമായിട്ടുള്ള ബന്ധം ഇയാളാണ് നിലനിർത്തുന്നത്. ഇപ്പോൾ ചീഫ് സെക്രട്ടറിമാർ നമ്മളെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ക്രിസ്ത്യൻ ചീഫ് സെക്രട്ടറിമാരുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ നിന്നുപോയി. ഇപ്പോൾ ക്രിസ്ത്യാനികൾ ചീഫ് സെക്രട്ടറിമാരായിട്ട് വലുതായിട്ട് വരുന്നില്ല. അപ്പോൾ വരാത്ത സാഹചര്യത്തിൽ ഞാൻ കേട്ടത് കിഫ്ബിയിലൊക്കെ ഇയാൾ നടത്തുന്ന ഉന്നതമായിട്ടുള്ള IAS റിട്ടയർഡ് പോസ്റ്റിങ്സ് ഒരു 40-50-60% ക്രിസ്ത്യാനികളാണ്. ഈ മാർക്ക് ലെമീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതമേലധ്യക്ഷൻ, അയാളുടെ ബ്ലൂ ഐഡ് ബോയാണ് ഇയാൾ. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഓഫീസിൽ ഇരിക്കുന്ന ഒരു ഡിഫാക്റ്റോ മുഖ്യമന്ത്രിയായിരുന്നു ഇയാൾ. പിന്നെ പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ തലയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ ആൾ താമസവും കുറവായതുകൊണ്ട്, മനസ്സിലായി, മരപ്പൊട്ടൻ എന്ന് ശിവശങ്കരൻ വിളിച്ചു എന്നാണല്ലോ പറയുന്നത്. ആ സ്ഥാനത്ത് പിണറായി വിജയൻ്റെ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇയാൾക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഇയാൾ അതിബുദ്ധിമാനാണ്. ഇയാളെന്ന് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കണ്ടാണ് ഇയാളുടെ PhD. അവിടെ നിന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ മറ്റാണ് ഇയാൾ അമേരിക്കയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു സാധനം. അതുകൂടാതെ ഇയാളത് ചീഫ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഫിനാൻഷ്യൽ ഇതിൽ CAക്ക് തുല്യമായൊരു സാധനമുണ്ട്, CFA, അതും ഇയാൾക്കുണ്ട്. എന്ന് മാത്രമല്ല, ഇയാൾ സർക്കാരിൽ ഒരു 10-15 വർഷക്കാലം ധനകാര്യം ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും ഇയാൾക്ക് നല്ല ബോധ്യമാണ്. KN ബാലഗോപാലിനെക്കാളും ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ച് ഇയാൾക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് പിണറായി വിജയൻ്റെ ഒരു കാര്യകർത്താവ് ഇയാളായിരുന്നു. യഥാർത്ഥത്തിൽ പണി നടത്തുന്നത് ഇയാളാണ്. എന്ന് പറഞ്ഞാൽ ഭരണം നടത്തുന്നത്, ഗവർണൻസ് ഇയാളുടെ കയ്യിലാണ്. പിന്നെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ നോക്കുമ്പോഴത്തേക്കും ഇയാളുടെ സാമ്രാജ്യ ശക്തികളുടെ ഒരു ഏജൻ്റാണെന്ന് ഞങ്ങൾ പറയും. അത് വേൾഡ് ബാങ്ക്, IMF ഇതുപോലുള്ള സെറ്റുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്, യൂസർ ചാർജ് കൂട്ടുക, ഇതൊക്കെയാണ് ഇയാളുടെ പ്രധാനപ്പെട്ട പരിപാടി. അങ്ങനെ ഒരു സാധനമാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ യഥാർത്ഥ ഒരു തലച്ചോറായിരുന്നു ഇയാൾ. പിണറായി വിജയന് വേണ്ടി കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന അതും ഇയാൾ തന്നെ. അങ്ങനെയുള്ള ഇയാൾക്കെതിരായിട്ടാണ് ഇപ്പോൾ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്? വരുമാനത്തെക്കാൾ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു, അനധികൃതം വരുമാനത്തെക്കാൾ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CBI അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി. മനസ്സിലായി? അപ്പോൾ ഒരു മിനിറ്റ് ഇയാൾക്ക് അവിടെ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടോ? അയാളെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അയാൾ റിട്ടയർഡ് ഹാൻഡാണ്. അതുകൊണ്ട് സസ്പെൻഷൻ പറ്റില്ല. അയാളെ ടെർമിനേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിന് എന്തെങ്കിലും ഉളുപ്പോ ലജ്ജയോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരല്പം പൊടി പോലെയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അയാൾ ഉളുപ്പിനുണ്ടെങ്കിൽ അയാൾ ഇറങ്ങിപ്പോകണം. എന്തുകൊണ്ടാണ്? അയാളുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു CBI അന്വേഷണത്തിന് വിട്ടിരിക്കുകയാണ്.
പക്ഷെ അയാൾ ഇറങ്ങി പോകില്ല. കാരണം എന്താ? അയാൾ 2006 ലാവ്ലിൻ കേസിൽ പ്രതിയായപ്പോൾ അയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അന്ന് അയാൾ ലാവ്ലിൻ കേസിൽ പ്രതിയായിരുന്നു. അയാൾ ഇറങ്ങി പോയിട്ടില്ല. കാരണം CPM-കാർക്ക് ഭരണത്തെക്കാൾ കൂടുതൽ പ്രധാനം പാർട്ടിയാണല്ലോ. സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഒരു അഴിമതി കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ഇറങ്ങി പോകണ്ടേ. അന്ന് ഇറങ്ങി പോകാത്തവനാണ് അയാൾ. അപ്പോൾ ഉളുപ്പ് അയാൾക്കുണ്ടോ? അതിനുശേഷം സ്വർണ്ണക്കള്ളക്കടത്ത് വന്നു, ഡോളർ കള്ളക്കടത്ത് വന്നു, ക്യാമറ വന്നു, എന്തൊക്കെ വന്നു. ഇപ്പം മകളുടെ കാര്യത്തിൽ ചെളിക്കുണ്ടിൽ ആണ്ട് കിടക്കുകയാണ് അയാൾ. എന്നിട്ടും അയാൾക്ക് ഒരു ഇതും ഇല്ലാത്തതുകൊണ്ട് അയാൾ പോകില്ല. പക്ഷേ അയാളുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1.5 വർഷമാണ് ജയിലിൽ കിടന്നത്. അന്ന് അയാൾ പോയില്ല. അതുകൊണ്ട് അയാൾ ഇപ്പോഴും പോകില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ധാർമ്മിക മൂല്യമുള്ള രാഷ്ട്രീയ നേതാവാണ് ഇരിക്കുന്നതെങ്കിൽ ഈ സംഭവം വരുമ്പോൾ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവമേ നടക്കില്ല. ഇയാളിങ്ങനെ തുണിയില്ലാതെ വിവസ്ത്രനായി തുണിയില്ലാതെ ഈ മുഖ്യമന്ത്രി ഇനിയും 1 വർഷം നമ്മുടെ കൂടെ തുടരും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.